ഇതാർപ്പായി ഇട്ടാളെ ഇന്നലെ അന്തിക്കൊക്കെ നല്ല മഴ പെയ്തക്കണു. ഇന്നലെ അന്തിക്ക് നല്ല മഴ പെയ്തക്കണു, നല്ല കാറ്റൊക്കെ ഉണ്ടായിക്കണു. നമ്മള് വാതിൽ അടച്ചുകൂട്ടി കടന്നാൽ ഈ വാർപ്പമ്പാരന്റെ ഉള്ളിലേക്ക് കേൾക്കൂല ഒന്നും. കാറ്റും മഴ ഇന്നലെ അന്തിക്ക് ഉണ്ടായിക്കണേ നബീസോ. ആ പറമ്പിലൊറ്റൊന്ന് പോണം. തേങ്ങ ഉണ്ടായിരുന്നു കുറെ ഉണങ്ങിയത്, അതൊക്കെ വീണ്ടുണ്ടാവും. ആ തീറ്റമാരോടൊന്ന് വരാൻ പറഞ്ഞിട്ട് ഒറ്റ ഒന്നും ഇത് വരെ വന്നിട്ടില്ല. അപ്പുറത്തുള്ള ആ പെമ്പറന്നോളോടേ ഓലക്കൊടി മടലൊക്കെ എടുത്തോണ്ടിന്ന് പറഞ്ഞിരുന്നു. ഓൾ അതിന്റെ ഉള്ളിൽ കൂടി തേങ്ങ ഉണങ്ങിയതും കൊണ്ടുപോകുന്നുണ്ട്. ഓളോട് പൊത്ത് പറയാൻ പറ്റല്ലോ. ഓളെ അങ്ങനത്തെ ഒരു പെമ്പറന്നോൾ തന്നെയാണ്. നിങ്ങൾ നല്ല ആളെ ആക്കിക്കൊണ്ട് നോക്കാന് കൊണ്ടുപോകാനൊക്കെ. കള്ളന്റെ അടുത്ത് താക്കോലെടുത്ത മാതിരിയാണ്. ഞാൻ എന്നാൽ ആ പറമ്പിലൊന്ന് പോയി നോക്കട്ടെ. സുക്കൂറിനോട് പറഞ്ഞാലേ ഓന്റെ അസാഭിമാരൊപ്പം പോവാണ്ടാവും. ഇതിനൊന്നും ഒഴിവും ഉണ്ടാവൂലേനും. ഇജിന്റെ ആ ബടി ഉണ്ട്, ഞാൻ ആ ഉത്ത മൂലൊക്കെ വെച്ചിട്ട് ആ ഒന്നിട്ട് എടുക്കേ. മയമുട്ടിയ കുട്ടികളൊക്കെ ഇങ്ങനെ ഈ വൈകുന്നേരേ ഓരോ ഹോട്ടൽക്കൊക്കെ ഇങ്ങനെ തിന്നാൻ പോണാണ്, പൊരിച്ചതും കരിച്ചതും ഒക്കെ. ഞമ്മള് എന്നും ഈ ഉണക്കലീനും കൂട്ടി ചോറ് വെച്ച് പെരയെ കുത്തിറക്കാണ്. ഞമ്മക്ക് എവിടേലൊക്കെ ഒന്നാണ് പോയി നോക്കിയാലോ? തിരക്കണമൊന്നുമില്ല, ഞാൻ നിങ്ങളോട് പറയാൻ കരുതിയതാണ്. ഞമ്മക്ക് ഒരു ദിവസം അങ്ങോട്ട് പോകാം. ഈ തിരൂർ ഈ ഭാഗത്തൊക്കെ പോയാലേ ഒരുപാട് അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. മീൻ മാത്രം നമ്മളെ കടലിലെ മീനേ അപ്പൊക്കെ പിടിച്ചിക്കാണ്ട് ഉണ്ടാക്കി തരുന്ന സ്ഥലങ്ങളുണ്ടാവില്ല. ഒന്നാളിപ്പോൾ ഇത് നമ്മൾ ആവറാൻ പറയും എന്നോട്. ഇച്ച കേട്ട വല്ലാത്തൊരു പൂർമ്മ. ഒരു ദിവസം പോയി നോക്കാം. നിങ്ങൾ കാളോട്ടിന് പറഞ്ഞ് പോന്നാൽ മതി, അല്ല ഞാൻ നബീസ് വിടൂല നിങ്ങളെ. നബീസിനോടും എൻ്റെ മറിയമ്മൂനോടൊന്നും മുണ്ടണ്ട. ഞമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ ദിവസം പോവുണ്ട്. ഞമ്മക്കും ഒന്ന് പോയി നോക്കാം മമ്മൂട്ടിയെ. കുട്ടികളെ കാര്യമൊന്നും പറയണ്ട. എൻ്റെ ചക്കണ്ടല്ല, ഓൻ കോഴിയെ പറ്റുള്ളൂ. ഇങ്ങനെ നീന മനുഷ്യനാ. അപ്പം ഇങ്ങോട്ട് മണ്ണം വെച്ചേക്കണം ആ കോഴി ഒന്ന് കണ്ട്. കോഴി ഒന്നിച്ചു മമ്മൂട്ടിയെ വേണ്ട. ഇച്ച ഈ മൂലക്കുരുവിന്റെ സോക്കേട് ഉള്ളതാണ്. ഇജിപ്പോ നേരത്തെ ഇവിടെ മീൻ കിട്ടുന്ന പറഞ്ഞല്ലോ, അവിടക്ക് പോവാ ഞമ്മക്ക്. എന്നാ ബഗിച്ചണ്ട, ഇന്ന് നമുക്ക് ഉച്ചന്റെ ദിവസേ ഒരു ഓട്ടോറിക്ഷ വെച്ചാണ് പോകാം. അമ്മ ഉണ്ടാവും മതി. ആ ആയിക്കോട്ടെ. അതിന് പൊട്ട് കായായാലും വേണ്ടില്ല. അത് കണക്ക് നോക്കണ്ട. പോത്തോട്ടു ഇന്നവിടെ കല്യാണണ്ടാ? ആര് പാൻ്റെ കുട്ടി ബെടി ബക്കടാ ബെടി മറ്റേ ബെടി ഈ ബെടി പറഞ്ഞ തിന്നണ നെജത്ത് മാത്രമുള്ള ഹമക്ക. എനിക്ക് നിങ്ങൾ സത്യം പറയിപ്പാ, നിങ്ങൾ ഈ പുതിയ കുപ്പായിട്ട് കണ്ട് ഇറങ്ങുന്ന കണ്ടപ്പോ ചോദിച്ചാണ്. ഇപ്പൊ കല്യാണത്തിനൊന്നല്ല, ഇപ്പാൻ്റെ കുട്ടിയെ ബേഡിക്കറി കഴിഞ്ഞിട്ടേ ചാക്കാക്കൂട്ടാനും കഞ്ഞി നമ്മ എടുത്ത് വെച്ചിട്ട് അത് പോയി കുടിച്ചോളിട്ടാ. ഈ തന്തക്ക് എന്നും ഓരോ പരിപാടി ഉണ്ടാവും. കല്യാണം തന്നെ കാരണം എന്നോട് നോണറിയണേ. ഈ സുക്കൂറിന് വല്ല പരിപാടി ഉണ്ടെന്നോ വിളിച്ചോക്കട്ടെ. കുഞ്ഞോനാണല്ലോ. ഹലോ, എന്താ കുഞ്ഞാനെ? കല്യാണോ? ഒരു പരിപാടിയില്ല. ഇജോടെ കുടി കുത്തിറന്നാ മതി. തൽക്കാലം ചക്കക്കൂട്ടാനും കഞ്ഞിയും കുടിച്ചോ. അന്നേറ്റ് പരിപാടിക്കൊക്കെ പോയിന് ശേ ഇപ്പൊ ആരും ഇന്നോട് തന്നെ പരിപാടി പറഞ്ഞില്ല. ഇജ് കായ് മുടക്കാൻ റെഡി ഉണ്ടോ? നമുക്ക് വൈകുന്നേരം കഴിക്ക് പോവാം. ആയിക്കോട്ടെ, ഓക്കെ. ഈ ചോറ് ഇങ്ങനെ വെച്ച് നാസാക്കുക. സുക്കൂറാണെങ്കിൽ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓനെ ഇടക്ക് ചോറ് വേണ്ട അറിയും. എവിടെ ഇപ്പൊ നിങ്ങൾക്ക് കാളൂട്ട് നബീസു ആ കരേക്കാട്ടാണ്. അപ്പൊ മൈമുട്ടി പറഞ്ഞതാണ് നിങ്ങൾ പോരി, നല്ല ബമ്പം പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറെ കാലമായി ഇപ്പൊ കാളൂട്ടിനൊന്ന് ഇറങ്ങിയിട്ട്. അപ്പൊ അതൊന്ന് കാണാൻ പോവാണ്. ചോറ് ഇനിയിപ്പോ അവിടുന്ന് എവിടെയും വെച്ചാ ഞാൻ വരുമ്പോത്തിന് വൈകുന്നേരം ആവൂലേ? നിങ്ങളെ പറഞ്ഞതൊന്നും വെച്ച് വലിയ വിശ്വാസം പോരാ. നിങ്ങൾക്ക് ഒരു മൈമുട്ടി ഉണ്ട് വാൽമ കടിച്ചിക്കാണ്ട് ഇങ്ങനെ നടക്കാൻ. നിങ്ങള് പണ്ടത്തെ പഠിപ്പേറ്റ എടുക്കണുണ്ടോ? എത്തൊക്കെ നബീസു ഇജ്ജിപ്പ ഈ പറയേണ്ടത്? പണ്ടത്തെ സ്വഭാവം എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഒരു ബൈക്ക് ഇറങ്ങുമ്പോ എനിക്ക് എത്തേലൊക്കെ ഒന്ന് പറയാണ്ടാവും. ഞാൻ പോയി വെക്കട്ടെ. എന്നോട് വർത്താനം പറഞ്ഞത് ആ ചെക്കണ്ട അവിടെ കാത്തു. മമ്മൂട്ടി നമ്മളിപ്പോ കൊറേ ഇങ്ങോട്ട് നടന്നല്ലോ. എവിടുക്കാപ്പ ഈ പോക്ക്? ഇജ്ജ് പറഞ്ഞ പീടിയപ്പോ എവിടെയാണ്? അതിന് നമ്മളേ മോട്ടോറിച്ച് ഇറങ്ങിയത് കുറച്ചാണ്ട് പോയി. അതേ പറ്റിയത്. ഈ എവിടെ തന്നെയാണ് ഇതാ കാണുന്നതാ അവിടെ. ആ കാറൊക്കെ ആ ചോന്ത കാർ ഇരിക്കണ്ടില്ലേ? അല്ല വിരാങ്കത്ത് നമ്മൾ പെരിയത്തെ കാറേറ്റേ. മമ്മൂട്ടിയാ കളറൊക്കെ ചോപ്പ് തന്നെയാണ്. അതിന്റെ നമ്പറൊന്നും വലിയ പുറത്തല്ല. നമ്മളെ കുട്ടികളൊന്നും ഇങ്ങോട്ട് വരൂല. അതിനുള്ള ചിക്കിലൊന്നും ഓലത്തില്ല. എന്റെ മൊബൈലിന്റെ കവറിന് കുറച്ച് കായ് എപ്പോഴേലൊക്കെ ഓന്ന് കട്ടെടുക്കും. ഞാൻ കാണുന്നുണ്ട്. ഞാൻ മുണ്ടായാണ്. ഞാൻ പോന്നപ്പോഴേ എന്റെ ചെക്കൻ എന്നോട് ചോദിച്ചപ്പോ ഇവിടുത്തെ വല്ല കല്യാണത്തിനേറ്റാണോന്ന്.
പിന്നെ ഇങ്ങോട്ട് പോകാൻ വരുമോ എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, അപ്പോൾ മീനിൻ്റെ വലിയ കമ്പക്കാരനാണ്. അതിൽ കടലിലെ മീൻ പറഞ്ഞാൽ വലിയ തീർപ്പിലാണ്. എങ്ങനെയും വന്ന് പെട്ടക്കണമെന്ന് പറയാൻ പറ്റൂല. അയമുട്ടിയാ ഓലേറ്റ വന്ന് പെട്ടക്കണെങ്കിലേ കായ് നമ്മൾ കുറച്ചുകൂടി കരുതേണ്ടി വരും. ഓരോ കായും കൂടി ചിലപ്പോ നമ്മൾ കൊടുക്കേണ്ടി വരും. ഏതായാലും നമ്മൾ ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കണ്ട, നമ്മക്കവിടെ പീടി കയറി വെക്കുക. നല്ല തിരക്കുണ്ടല്ലോ കുട്ടി. ഈ കജ്ജ കണ്ട സ്ഥലം എവിടെ? വലിയ തിരക്കാണല്ലോ, നമുക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടാവില്ല. അവിടെയാണോ അയമുട്ടിയ? കുഞ്ഞോനെ അന്റെ ഇപ്പിന്റെ ഇപ്പിയല്ല വരുന്നുണ്ട്. അയമുട്ടിയാ അവിടെ 2 സീറ്റ് അത് ഒഴിവ്. അവിടെ അതിലിരുന്നാലും നമുക്ക് പോയി വെക്കാം. എത്ര മയമുട്ടിയപ്പോ ഈ കുട്ടികളെ തീറ്റപ്പം ഇങ്ങനത്തെ തീറ്റ മോറൊക്കെ മറച്ചു പിടിച്ചിക്കാണ്ട് താടിമ ഊറിയെട്ടി കാരണൊരു ചെല്ലുണ്ട്. അതേമാതിരിയാണല്ലോ ഇപ്പൊ ഇത്. അതുപോലെ തന്നെയാണ്. അതിപ്പോൾ ഈ മറ്റേ ഇതിൻ്റെല്ല മൊബൈലിൽ ഇത് കണ്ടിക്കാണ്ടേ അങ്ങനെ ഇവിടെ തീറ്റും തുടങ്ങിയേക്കണേ എനിക്കും. എന്താ സാറേ കഴിക്കാൻ? എത്തൊക്കെ കുട്ടി ഇവിടെ തിന്നാനുള്ളത്? ഞങ്ങൾ ഈ പുറത്തുനിന്നൊക്കെ പറഞ്ഞു കേട്ടിക്കാണ്ട് വന്നതാണ്. ഇവിടെ പല ഐറ്റം മീനേറ്റം എന്തൊക്കെ പരിപാടി ഉണ്ട് കാരണം. എന്തൊക്കെ മീനാണ് ഉള്ളത് ഇപ്പോൾ അവിടെ? സാർ നമുക്കിപ്പോൾ ഇവിടെ നിലവിൽ നമുക്ക് എല്ലാവിധ സീ ഫുഡ് ഐറ്റംസ് ഉണ്ടാകും. നമുക്ക് അമോറുണ്ട്, ചെമ്പല്ലിയുണ്ട്, കാളാഞ്ചിയുണ്ട്, ഷേരിയുണ്ട്, പിന്നെ വരുന്ന പ്രോൺസ് ഉണ്ട്, വറ്റയുണ്ട്, കൂന്തളുണ്ട്, ഐക്കൂറയുണ്ട്, മാന്തളുണ്ട്. പൊന്നാരമുട്ടിയെ ഓപ്പ പറഞ്ഞതൊക്കെ പാടെ കേട്ടപ്പോൾ അത് എന്തൊക്കെയാണ് ആവും? ഇതിപ്പോൾ വറ്റിച്ചതാ, പൊരിച്ചതാ, ചാറച്ചതാ, എന്താണ് ഇപ്പം എങ്ങനെയാണ് ഇപ്പം ഉണ്ടാക്കിക്കൊണ്ട്? സാർ നമ്മളിന്നും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. നമ്മൾ ഓർഡർ എടുക്കുക, അത് ലൈവായിട്ട് കുക്ക് ചെയ്യുക, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 4 ടൈപ്പ് മസാലകളാണ് വരുന്നത്. നമ്മൾ 2 രീതി ചെയ്യുന്നുണ്ട്. ഒന്ന് ഫിഷ് തവ ചെയ്യുന്നുണ്ട്, ഒന്ന് തായ് ഉണ്ട്. തവയിൽ നമുക്ക് 3 ടൈപ്പ് തവയാണ് വരിക. ഒന്ന് നോർമൽ റെഡ് ചില്ലി തവയുണ്ട്, പിന്നെ കാന്താരി ഉണ്ട്, 3 ലെമൺ പേപ്പർ ഉണ്ട്. കുട്ടി പറഞ്ഞതൊന്നേ ഞങ്ങൾക്ക് ഉണ്ടാക്കും മനസ്സിലായിട്ടില്ല. ഈ പീടിയക്കേ മുന്തിയ ടൈപ്പ് മീനെന്നെ കൊണ്ട് എടുത്തോളി. മയമുട്ടിയ നമ്മൾ എപ്പോഴേലൊക്കെ ഈ വരവുണ്ടാവുള്ളൂ. നല്ല ഐറ്റം തന്നെ ആയിക്കോട്ടെ, കായൊന്നും നിങ്ങൾ നോക്കണ്ട അല്ലേ? അതെ അതെ, അതാണ് കൊടുന്നോളി. കൊടുന്നോളി. ഈ കുട്ടികളെ ഈ പുറത്തം പിടിച്ചുകൊണ്ടേ എപ്പോൾ നിൽക്കൽ തുടങ്ങിക്കോളും. ഈ പൈപ്പ് എല്ലാം ഉണ്ട് തോന്നുന്നു. എപ്പോൾ കുട്ടികളൊക്കെ ഒരു പുറത്തും കിട്ടണില്ല. ഇങ്ങനെ തിന്നാണെങ്കിൽ ഇപ്പൊ ഈ കുട്ടികളെ വൈകുന്നേരം വരെ തിന്നേണ്ടി വരുമല്ലോ. എത്തും കിട്ടാത്ത പേരെ നീക്കാൻ നമ്മൾ കൊടുന്നീന് വേണമെങ്കിലേ ഒരു 2 അണ്ട അവർക്ക് കൊടുക്കാം. പൊറാട്ടയാണ്. അതും പൊറാട്ട ആണ്ട കുട്ടികൾ ഇങ്ങോട്ട് കുട്ടികളെ തിന്നിരിക്കണം. സുക്കൂറെ എൻ്റെ നിയന്ത്രണം പൊട്ടിട്ടാ ഞാൻ ഈ പാത്രം താത്തേട്ടാ. ഇജ്ജ് പറഞ്ഞ കാര്യം തന്നെയാണ്. എത്ര നേരം വെച്ചിട്ടാ പ്ലേറ്റ് ഇങ്ങനെ പിടിച്ചിക്കാണ്ടിരിക്കുക? ഞാനും താത്ത തന്നെയാണ്. ഇപ്പ അസ്സലാമലൈക്കും. ഉമ്മാക്ക് സുഖല്ലേ? മയമുട്ടിയ നമ്മളെ കുട്ടികളാണല്ലോ ഇപ്പൊ ഇത്. ഞങ്ങൾ കുറച്ച് ദൂരത്തേക്കാണ് പോന്നതാണ്, ആരും കാണണ്ടാച്ചിട്ട്. അപ്പൊ അവിടേക്കും ഇപ്പൊ നിങ്ങൾ എത്തിയോ? എങ്ങനെ ഇപ്പൊ ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിങ്ങൾ അറിഞ്ഞു? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ല, ഇത് ഭയങ്കര ഫേമസ് ആയ ഹോട്ടലാണ്. സമുദ്ര സീ ഫുഡ് എന്ന് പറയും, റെസ്റ്റോറന്റ് തിരൂരുള്ള. ഇപ്പ ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കൂട്ടാ. സുക്കൂറ ഇജ്ജും ഇമ്മാനോട് പറയണ്ട, ഉമ്മാനോടൊന്നും 2 ആളും പറയണ്ട. നിങ്ങൾക്ക് മാണ്ടതേ ഇവിടുന്ന് തിന്നോളി, ഈ മീനൊക്കെ തിന്നോളി, നല്ല ചാതുണ്ട്. നിങ്ങൾക്ക് മാണ്ട നിങ്ങൾ പള്ളറച്ച് തിന്നോളി. അതിനുള്ള പൈസ ഞങ്ങൾ 2 ആളും കൊടുത്തോണ്ട് അമ്മൂട്ടി നമുക്ക് 2 ആൾക്കും കൊടുക്കാം. ഓഞ്ഞ് അവിടെ ചെന്ന് പറഞ്ഞാണ്ടേ നബീസും അതിന് നിർദ്ദലേക്ക് വരും മനുഷ്യന്റെ. അപ്പൊ ഞങ്ങളുള്ളതേ തിരൂര് സമുദ്ര റെസ്റ്റോറന്റിലാണ് കേട്ടോ. ഫിഷ് ഐറ്റംസ് ലൈവായിട്ട് നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ കുക്ക് ചെയ്ത് കാണി തരുന്നുണ്ട്. വെറൈറ്റി ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂർ കുറ്റിപ്പാറ റോഡിൽ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പൊ വയറും മനസ്സും നിറച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ വേഗം പോരിട്ടോ.